മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2024 മികച്ച ഒരു വർഷമാണ്. കേരളത്തിന് പുറത്ത് മലയാള സിനിമ വളർന്നതാണ് ഏറ്റവും മികച്ച വളർച്ച. തമിഴ് മാർക്കറ്റ് എന്നത് മലയാള സിനിമയുടെ നിർമ്മാതാക്കളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നില്ല. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ വരവോടെ പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതുവരെയുള്ള തമിഴ്നാട്ടിലെ ഹൈയസ്റ്റ് ഗ്രോസിംഗ് മലയാളം സിനിമയുടെ റെക്കോർഡ് 10 ഇരട്ടിയിലേറെ കളക്ഷൻ നേടിക്കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ തകർത്തോടിയത്. ഒപ്പം മലയാള സിനിമയുടെ തമിഴ്നാട്ടിലെ മാർക്കറ്റിൽ ഇനി പ്രതീക്ഷ വയ്ക്കാമെന്ന ഉറപ്പും ഈ ചിത്രം നൽകി. മഞ്ഞുമൽ ബോയ്സ് മാത്രമല്ല, കഴിഞ്ഞ 2 മാസത്തിനുള്ളിലെത്തിയ 4 മലയാള ചിത്രങ്ങൾ തമിഴ് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി. ഇവ ചേർന്ന് നേടിയ കളക്ഷൻ റിപ്പോർട്ടുകൾ കോളിവുഡിനെ പോലും ചിന്തിപ്പിക്കുന്നതാണ്. ഫെബ്രുവരി 9-നെത്തിയ പ്രേമലവും 15-നെത്തിയ ബ്രഹ്മയുഗവുമായിരുന്നു അക്കൂട്ടത്തിലെ ആദ്യ റിലീസുകളെങ്കിലും തമിഴ്നാട്ടിൽ മോളിവുഡിന്റെ കളം മാറ്റിയത് ഫെബ്രുവരി 22-നെത്തിയ മഞ്ഞുമൽ ബോയ്സ് ആണ്. വളരെ കുറച്ചു മാത്രം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ച ചിത്രം ദിവസങ്ങളും ആഴ്ചകളും ചെല്ലുന്തോറും സ്ക്രീൻ കൗണ്ട് വർദ്ധിപ്പിച്ച് ഗ്രാമാന്തരങ്ങൾ വരെ എത്തി. തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയത് 62.62 കോടിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 50 കോടി ക്ലബിലെത്തുന്ന ഒരേ ഒരു മലയാള ചിത്രവും മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ്. തമിഴ്നാട്ടിൽ കളക്ഷനിൽ 2ാം സ്ഥാനത്ത് പ്രേമലുവാണ്. 10 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ. 4ാം സ്ഥാനത്തുള്ള ആടുജീവിതം ഇതുവരെ 5.5 കോടി നേടിക്കഴിഞ്ഞു. 8ാം സ്ഥാനത്തുള്ള ബ്രഹ്മയുഗം 2.35 കോടിയാണ് നേടിയത്. ഫെബ്രുവരി 9 മുതൽ ഏപ്രിൽ 2 വരെയുള്ള 54 ദിവസങ്ങൾക്കുള്ളിൽ 4 മലയാള ചിത്രങ്ങൾ ചേർന്ന് തമിഴ്നാട്ടിൽ നിന്ന് നേടിയിരിക്കുന്നത് 80.82 കോടി രൂപയാണ്. ആടുജീവിതം മികച്ച പ്രതികരണവുമായി തമിഴ്നാട്ടിൽ ഇപ്പോഴും മുന്നേറുകയാണ്. അതുകൊണ്ട് ഈ ആഴ്ച അവസാനം കണക്കുകൾ വീണ്ടും കൂടുമെന്ന് ഉറപ്പാണ്.